ലണ്ടനിൽ യൂണിവേഴ്സിറ്റി പഠനത്തിന് എത്തിയ കാഞ്ഞങ്ങാട് സ്വദേശിനിക്ക് ദാരുണാന്ത്യം. പഠനം പൂർത്തിയാക്കി PSW വിസയിൽ ജോലി ചെയ്യുന്ന കീർത്തി രാജഗോപാലിന് ഈസ്റ്റർ അവധിയെ തുടർന്ന് ലണ്ടനിൽ കയാക്കിംഗ് നടത്തവേ ഉണ്ടായ അപകടത്തിലാണ് മരണം സംഭവിച്ചത് എന്നാണ് കുടുംബത്തിന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പോലീസ് നൽകിയ സൂചന അനുസരിച്ച് യുവതിയെ അവസാനമായി കണ്ടത് ഈ 14 എന്ന പോസ്റ്റ് കോഡ് ഏരിയയിൽ ആണെന്നാണ് വ്യക്തമാകുന്നത്. തേംസ് നദിക്കരയോട് ചേർന്ന ലണ്ടന്റെ ഹൃദയഭാഗങ്ങളിൽ ഒന്നാണ് ഈ സ്ഥലം. മുൻ സൈനിക ഉദ്യോഗസ്ഥനായ കേണൽ രാജഗോപാലിന്റെയും റീനയുടെയും മകളാണ് കീർത്തി. ഏക സഹോദരൻ വിനായകും. UK-യിൽ ഔദ്യോഗിക സംവിധാനങ്ങൾ അവധിയായതിനാൽ കീർത്തിയുടെ മൃതദേഹം വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ UK മലയാളികളുടെ സജീവ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നോർക്ക അഭ്യർത്ഥിച്ചിരിക്കുന്നത്. UK-യിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാലാണ് കുടുംബം അടിയന്തര സഹായം തേടി നോർക്കയെ ബന്ധപ്പെട്ടിരിക്കുന്നത്. കീർത്തി താമസിച്ചിരുന്ന സ്ഥലവും ജോലിസ്ഥലവും വ്യക്തമാക്കി കുടുംബം നോർക്കയെ സമീപിച്ചതോടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈസ്റ്റർ അവധിക്ക് ശേഷം നാളെ ബാങ്ക് ഹോളിഡേ കൂടി ആയതിനാൽ ഇന്ത്യൻ എംബസിയിൽ പോലും ചൊവ്വാഴ്ച മാത്രമേ ഉദ്യോഗസ്ഥരെത്തൂ എന്നതിനാൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. തേംസ് നദിയിലെ വോൾവിച്ച് ഭാഗത്തു നിന്നാണ് ബെക്സ്ലി സ്റ്റേഷൻ പോലീസ് ഉദ്യോഗസ്ഥർ മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് അറിയാനാകുന്നത്. നിലവിൽ മൃതദേഹം ഗ്രീൻവിച്ച് പബ്ലിക് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സൗത്ത് ഈസ്റ്റ് ലണ്ടനിലെ ലാഭേത്ത് പ്രദേശത്തുള്ള GP സർജറിയിലാണ് കീർത്തി ജോലി ചെയ്തിരുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. കീർത്തി ജോലി ചെയ്യുന്ന സ്ഥലത്തും വിവരം അഭ്യർത്ഥിച്ച് കുടുംബം സഹായം തേടിയിട്ടുണ്ട്. കീർത്തി താമസിച്ചിരുന്ന സ്ഥലത്ത് മലയാളി കുടുംബങ്ങൾ അധികം താമസമില്ലാത്തതും തുടർ നടപടികളുടെ വേഗത കുറച്ചേക്കാൻ ഇടയുണ്ട്. നോർത്താംപ്ടൺ കൗൺസിൽ അംഗം ദിലീപ് കുമാർ അടക്കമുള്ള പൊതുപ്രവർത്തകർ ഇപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. കീർത്തിയുടെ കൂടെ താമസിച്ചിരുന്ന യുവതിയും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണം എന്ന് അഭ്യർത്ഥിച്ച് കോർണർ ഓഫീസിന് കത്തെഴുതിയിട്ടുണ്ട്. അതേസമയം പ്രവാസ ലോകത്തെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഈ മാസം അവസാനം ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടണിൽ ഒരു വാഹനാപകടമുണ്ടായിരുന്നു. കാർ നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞ് അന്ന് കാലടി സ്വദേശിയായ പ്രിൻസ് പോൾ ആയിരുന്നു മരിച്ചത്. ബുധനാഴ്ച, അതായത് കഴിഞ്ഞ മാസം 25-നായിരുന്നു മരണം സംഭവിച്ചത്. രാവിലെ 8 മണിയോടെ വെല്ലിംഗ്ടണിലെ മാക്കാറ ബീച്ച് റോഡിലായിരുന്നു അപകടം. പ്രിൻസിനൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരാളും അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. വളവുകൾ നിറഞ്ഞതും അപകട സാധ്യതയേറിയതുമായ മാക്കാറ ബീച്ച് റോഡിൽ വെച്ച് പ്രിൻസ് സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് 3 മീറ്ററോളം താഴ്ചയുള്ള തോട്ടിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു. കടലിനോട് ചേർന്നുള്ള ഭാഗമായതിനാൽ വേലിയേറ്റ സമയത്ത് തോട്ടിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരുന്നു. വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും എത്തുമ്പോഴേക്കും വാഹനം പൂർണ്ണമായും തന്നെ വെള്ളത്തിൽ മുങ്ങിയ നിലയിലായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 2 പേരും മരിച്ചതായും അവരുടെ മൃതദേഹങ്ങൾ വാഹനത്തിനുള്ളിൽ നിന്ന് കണ്ടെടുത്തതായും അന്ന് ന്യൂസിലാൻഡ് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു.